ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിന് സമീപത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായി നിർമ്മിച്ച പുതിയ പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. പ്രധാന പരിപാടികൾ നടക്കുന്ന സമയങ്ങളിൽ ട്രേഡ് സെന്ററിൽ നിന്നുള്ള യാത്രാസമയം നിലവിലുള്ള 10 മിനിറ്റിൽ നിന്നും വെറും 2 മിനിറ്റായി കുറയ്ക്കാൻ പുതിയ പാലത്തിന് സാധിക്കും. 500 മീറ്റർ നീളമുള്ള 2 പാതകളുള്ള പാലമാണ് ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ സമീപം തുറന്നത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ, വൺ സെൻട്രൽ എന്നിവിടങ്ങളിൽ നിന്ന് അൽ മുസ്തബൽ സ്ട്രീറ്റ്, സബീൽ പാലസ് സ്ട്രീറ്റ് ഇന്റർസെക്ഷനിലേക്ക് പോകുന്ന വാഹനങ്ങൾക്കാണ് പാലം പ്രയോജനപ്പെടുക. അൽ മുസ്തഖ്ബൽ സ്ട്രീറ്റ് വികസന പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത്. അൽ മുസ്തഖ്ബൽ സ്ട്രീറ്റ് വികസന പദ്ധതി പൂർത്തിയാകുന്നതോടെ ഈ പാതയിലെ വാഹനശേഷി 33% വർദ്ധിക്കും. മണിക്കൂറിൽ 6600 വാഹനങ്ങൾ കടന്നുപോയിരുന്ന സ്ഥാനത്ത് ഇനി 8800 വാഹനങ്ങൾ ഉൾക്കൊള്ളാൻ ഈ പാതയ്ക്ക് സാധിക്കും. മൊത്തത്തിലുള്ള യാത്രാസമയം 13 മിനിറ്റിൽ നിന്ന് 6 മിനിറ്റായി കുറയുകയും ചെയ്യും. അൽ മുസ്തഖ്ബൽ സ്ട്രീറ്റ് ട്രേഡ് സെന്റർ ഇന്റർസെക്ഷനിൽ 1500 മീറ്റർ നീളത്തിൽ 3 പുതിയ തുരങ്കങ്ങളുടെ നിർമ്മാണം നടന്നു വരുന്നുണ്ട്. ഇവ അടുത്ത വർഷം ഫെബ്രുവരിയിൽ തുറക്കാനാണ് ലക്ഷ്യമിടുന്നത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ, DFC, സബീൽ, ഡൗൺ ദുബായ്, ബിസിനസ് ബേ തുടങ്ങിയ പ്രധാന പ്രദേശങ്ങളിൽ ഏകദേശം 1.5 ലക്ഷത്തോളം വരുന്ന താമസക്കാർക്കും സന്ദർശകർക്കും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. പദ്ധതിയുടെ പണികൾ ഇതിനോടകം 50% പൂർത്തിയായിട്ടുണ്ടെന്നും നിശ്ചയിച്ച സമയത്തേക്കാൾ വേഗത്തിലാണ് നിർമ്മാണം പുരോഗമിക്കുന്നതെന്നും RTA ചെയർമാൻ മത്തർ അൽ തായർ വ്യക്തമാക്കി. ജനം, ദുബായ്.